ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഉച്ച മുതലാണ് ഇന്ന് വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പം നമ്മളിതാ ഉച്ചക്കൊക്കെയുള്ള കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി കുറച്ച് മത്തൻ്റെല ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഉച്ചക്കും അതിങ്ങോട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇതാ ഏലൊക്കെ നുള്ളി എടുത്താണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടിയോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയാണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഇതാ നമ്മളെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടപ്പത്ത് വെച്ചാണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കണത്. മത്തൻ്റെല പിന്നെ കറി ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും കിഴങ്ങൊക്കെ നോക്കി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തോന്നി മത്തൻ്റെല തന്നെ താളിക്കുക. മത്തൻ്റെല ഉപ്പേരി വെക്കാനാണ് ഞാൻ വിചാരിച്ചതെന്ന് കേട്ടോ, തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വേണ്ട, കറി ഉണ്ടാക്കട്ടെ, എളുപ്പത്തിൽ കറി ഉണ്ടാക്കട്ടെ എന്ന്. അങ്ങനെ ഇത് അടപ്പിൽ വെണ്ണീരുണ്ടോ പോരാനെന്നൊക്കെ നോക്കി, പക്ഷെ വെണ്ണീരൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാക്കണേ രാത്രിയത്തെ ചോറുണ്ടല്ലോ അത് വറുത്തെടുത്തേന്നു കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയ ഉള്ളി അരിഞ്ഞത് നല്ലോണം മൂപ്പിച്ചാണ്ട് ഉപ്പിട്ടാണ്ട് ഉണക്കമുളക് ഇട്ടേന്നു കേട്ടോ. എന്നിട്ട് വറവിട്ടെടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടവർക്ക് തിന്നാലോ, പക്ഷെ ഞാൻ അങ്ങനെ തിന്നലില്ല കേട്ടോ. അങ്ങനെ ആ ചോറുണ്ട്. അപ്പോൾ അത് കേട് വന്നണോ നോക്കിയത് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ചോറ് തന്നെ. അപ്പോൾ അതവിടെ നിന്നോട്ടെ. പിന്നെ ഇതാ അടപ്പിൽ തീയൊക്കെ ഉഷാറായിട്ടുണ്ട് കത്തിക്കാൻ കേട്ടോ. നല്ല വെയിൽ 2 ദിവസം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ ആ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉപ്പേരിക്കാണെങ്കിൽ ഒന്നുമില്ല, കറിയും പപ്പടം ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മളിങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് പണിയില്ലാത്ത ദിവസമാണ്, ഒന്നരാടായതുകൊണ്ട് പിന്നെ നമുക്ക് ആക്കം പോലെ പണിയെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതാക്കണ നമ്മൾ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചു, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഞാൻ കഴുകി വെച്ച പാത്രം ആയാലും എടുക്കുകയാണെങ്കിൽ ഒന്ന് ഒലിമ്പിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതായിട്ട് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. 3 എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവും കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു മുളകാണെങ്കിൽ തന്നെ നല്ല എരിവാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. ചെറിയ ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഞാൻ ഇതൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. പക്ഷേ വെളുത്തുള്ളി നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിത് മൂപ്പിച്ചെടുക്കട്ടെ. ഉള്ളി ഇങ്ങനെ വഴറ്റിയോണ്ട് നിന്നപ്പോഴാണ് എനിക്കൊരു സ്പെഷ്യൽ ചായ കുടിക്കാൻ തോന്നിയത് കേട്ടോ. അങ്ങനെ ഞാനൊരു കുഞ്ഞു സ്പെഷ്യൽ ചായ ഒക്കെ ഉണ്ടാക്കി. പാൽപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പാൽപ്പൊടി കുറച്ചിട്ടാണ്ട് അങ്ങനെ ഒരു ചായ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി അതും കൂടെ കുടിച്ച് തീർക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിയും വാട്ടണം കേട്ടോ. വിറകൊക്കെ അടുപ്പിലിട്ട് കൊടുത്തു. വല്ലാണ്ട് തീയും കത്തണ്ട, തീ അധികം കത്തിയാൽ കരിഞ്ഞും പോകും. അങ്ങനെ ഉള്ളി ഇതാ പാകത്ത് വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയില്ലേ. ഇനി ഇതൊക്കെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചധികം തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം മത്തൻ്റെ ഇല കുറച്ച് അധികം ഉണ്ട്. അത് പിന്നെ വെന്തും വരണമല്ലോ. വെന്ത് വരുമ്പോൾ പിന്നെ വെള്ളമൊക്കെ പാകമായി വന്നോളൂ. പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് കറി ഉണ്ടായാലും തിരക്കടില്ല എന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ കുറച്ച് കട്ടിയുള്ള കഞ്ഞിവെള്ളം, കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് നമുക്ക് മത്തൻ്റെ ഇലയ്ക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ മത്തൻ്റെ ഇല നന്നാക്കിയതും ചെറിയ ഉള്ളി നന്നാക്കിയതിൻ്റെ തൊലിയൊന്നും കൊണ്ട് കളഞ്ഞിട്ടില്ലേന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ തന്നെ ഒരു കവറുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് വാരിയിട്ടാണ്ട് ഞാൻ മുറ്റത്തുണ്ട് മത്തൻ്റെ വള്ളി, മത്തനുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഏതായാലും കറി അടുപ്പത്തായല്ലോ. പിന്നെ ഞാൻ കുറച്ച് വിറകെടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വിറക് എടുത്ത് വെക്കട്ടെ, വൈകുന്നേരത്തിനും കണ്ട് എടുത്ത് വെക്കട്ടെ. പറയാൻ പറ്റില്ല, അഥവാ മഴ വൈകുന്നേരത്ത് പൊളിഞ്ഞാടിയാൽ പെയ്താൽ പിന്നെ ആ ഒരു പണിയാവും. വിറകെട്ടീൻ്റെ ഷീറ്റൊക്കെ കണ്ടില്ലേ, ആകപ്പാട് കീറിയിട്ടുണ്ട്. അതുകൊണ്ട് വിറക് നനയാനും സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വിറകൊക്കെ വെട്ടി വെച്ചാണ്ട് ഇതാ മത്തൻ്റെ ഇല ഞാൻ ചെന്നപ്പോഴത്തേനും ഈ കഞ്ഞിവെള്ളം തിളച്ച് തുടങ്ങിയിരുന്നു കേട്ടോ. അതിൽ ഞാൻ മത്തൻ്റെ ഇല നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മത്തൻ്റെ ഇല കുറച്ചിങ്ങോട്ട് ആയിട്ട് പിന്നെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതാ വിറക് കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെന്ത് കിട്ടണ്ടേ. കറിയാവുമ്പോഴും വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇതാ പെരൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ രാജു കുളിയൊക്കെ കഴിഞ്ഞ് നടക്കണ്ട, അതുകൊണ്ട് അത് വീഡിയോയിൽ കാണണ്ടെന്ന് വിചാരിച്ചാണ്ട് ഞാൻ വാതിൽ ചാരിയതാണ് കേട്ടോ. വീട്ടിലാകുമ്പോൾ പിന്നെ ഷർട്ടൊന്നും ഇടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ. ഷർട്ട് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അച്ഛനൊക്കെ അങ്ങനെ വീട്ടിലാകുമ്പോൾ ഒന്നും ഇടൂല. പിന്നെ ഞാൻ അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് വീഡിയോയിൽ കാണിക്കാത്ത കേട്ടോ ഓലൊക്കെ. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത്
പൂളക്കൽ അഖണ്ഡനാമം ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. പൂളക്കലല്ല കേട്ടോ, എനിക്ക് പറഞ്ഞു കൊടുത്ത് തെറ്റിപ്പോയതാണ്. പുന്നപ്പാല ശിവക്ഷേത്രത്തിലാണ് കേട്ടോ, പുന്നപ്പാല ശിവക്ഷേത്രത്തിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ജിലേബി വാങ്ങിയിട്ടുണ്ട്, പിന്നെ നുറുക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ഒന്ന് കേട്ടോ. ജിലേബി ഒന്ന് തിന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു, അത് തിന്നു. നുറുക്ക് പിന്നെ ഞാൻ വല്ലാണ്ട് തിന്നൂല, പല്ലിന് ബലം കൊടുത്ത് തിന്നണമല്ലോ, അതേതായാലും അവിടെ നിൽക്കട്ടെ. അങ്ങനെ അതും തിന്നിങ്ങനെ ഇരുന്നു. പിന്നെ ഇതാ കറിയൊക്കെ ആയതിന് ശേഷം ചോറുണ്ണാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ചോറുക്ക് പറഞ്ഞാൽ മത്തൻ്റെ ഇല ഇതാ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മത്തൻ്റെ ഇല തിന്ന് ശീലമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ എടുത്തിട്ടില്ല, വിഷ്ണുവിൻ്റെ അച്ഛനാണ് പപ്പടം കൊടുത്തത്. പിന്നെ ഇന്നലെ പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളും ഉണ്ട്, അംഗൻവാടി ഉണ്ട് സൂര്യമ്മൾക്ക്, അതുകൊണ്ട് ഓല അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്, മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു. ഇത് നമ്മളെ വീടിൻ്റെ താഴെയുള്ള വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ, വിഷ്ണുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവർ ഇവിടെ കോട്ടി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓൻ്റെ ഫ്രണ്ട്സുകൾ, വീട്ടിലത്തെ ഫ്രണ്ട്സുകൾ കേട്ടോ. ഓല് സ്കൂൾ വിട്ടാൽ ഇങ്ങോട്ട് വരും, കളിക്കാൻ വേണ്ടിയിട്ട് വരും. അല്ലെങ്കിൽ വിഷ്ണു ഓലും തിരഞ്ഞ് വീട്ടിൽ പോകും. പിന്നെ നമ്മളെ മുറ്റം ശ്രദ്ധിച്ചു ഞങ്ങൾ, മുറ്റം ചാണകം തേച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ മുറ്റം എന്നൊക്കെ പറഞ്ഞാൽ മുറ്റം പണി എടുക്കും, പിന്നെ ചാണകം തേച്ച് വൃത്തിയാക്കും, അങ്ങനെ അതൊക്കെ രസമായിരുന്നു അല്ലേ. ഇപ്പം എന്ന് പറഞ്ഞാൽ ചാണകം തൊടാൻ തന്നെ എല്ലാവർക്കും ഒരുവിധം മടിയാണ് കേട്ടോ. എന്നാലും ഇവിടെ ചാണകം എന്ന് പറഞ്ഞാൽ ചേച്ചി കൊണ്ടുവന്ന് തേക്കലുണ്ട് കേട്ടോ. തേക്കല്ല, ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ച് മുറ്റം വൃത്തിയാക്കലുണ്ട്. പിന്നെ ഇതാക്കണത് ഞാൻ തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് എടുത്തേക്കാണ്ടായിരുന്നു വൈകുന്നേരത്ത്, അതൊക്കെ ഒന്ന് എടുത്തേക്കാൻ നിന്നു. ഇന്ന് കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടപ്പോൾ എല്ലാതും ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വണ്ടൂർക്ക് പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചായിരുന്നു, പക്ഷേ എല്ലേതും പണി പാളി. എന്തായാലും നാളെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പോവോ ഇല്ലേ ഒന്നും അറിയില്ല. കാരണം എനിക്ക് 2 മാക്സി കിട്ടണം. കൂട്ടുകാർക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്ന മാക്സികളുടെ എണ്ണം. അങ്ങനെ എനിക്ക് വല്ലാതെ മാക്സി ഒന്നും ഇല്ല കേട്ടോ, 2-3-4 മാക്സി ഉള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ, പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുക, ഇന്ന് പോയിട്ടില്ലെങ്കിൽ നാളെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് മാക്സി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാക്കണ് വിഷ്ണുവും സൂര്യമോളും ഒരു കടയ്ക്ക് പോകണം എന്ന് പറഞ്ഞായിരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛൻ കടയ്ക്ക് പോകും, അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോട്ടെ, ഞാൻ പോയോക്കട്ടെ ആയിരുന്നു. അങ്ങനെ ഓലെ 2ആളെയും കൊണ്ട് കടയ്ക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓല് പോയി പോരട്ടെ, ഓല് വരുമ്പോഴത്തേന് എൻ്റെ ഒരുവിധം പണിയൊക്കെ ഞാൻ ഒരുക്കാൻ നിൽക്കട്ടെ. അപ്പോൾ വിഷ്ണു എന്നോട് ചോദിച്ചു എന്തായാലും അമ്മക്ക് കൊണ്ടുവരണോ ചോദിച്ചു. സൂര്യമോളും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് പോരി എന്ന് പറഞ്ഞു. അങ്ങനെ ഓല് പോയി. പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഒരു കറൂത്ത പണ്ട് ഇവിടെ അച്ഛനുള്ള കാലത്ത് അച്ഛന് കുറേ വിത്ത് കൊണ്ടുവന്നാണ്ട് ഇങ്ങോട്ട് തൊടിയിൽ കൂടെ ഒക്കെ ഇങ്ങോട്ട് വിതറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കറൂത്ത മരം ഉണ്ടായിരുന്നു കേട്ടോ, പപ്പായ ഓമക്കായ ഒക്കെ പറയും. അതാണെങ്കിൽ പിന്നെ അച്ഛന് അച്ഛനുള്ളിടത്തോളം കാലം അത് ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ചെറിയ തൈ ഉണ്ടായിരുന്നു കേട്ടോ, 1-2 ഒക്കെ. അച്ഛൻ പിന്നെ ഞങ്ങളെ വിട്ട് പോയാരെ കറൂത്തമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കറൂത്തേനോട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കിയാലും വെറുതെ അങ്ങനെ തിന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛനുള്ള കാലത്ത്, കറൂത്തമരം ഇല്ലാത്ത കാലത്ത് അച്ഛൻ എവിടുന്നെങ്കിലൊക്കെ ഇതേപോലെ കറൂത്ത കൊണ്ടുവരും കേട്ടോ. ഇത് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ നിന്ന് ചോദിച്ചതാണ്, കറൂത്ത ഉപ്പേരിയൊക്കെ തിന്നാൻ പൂതിയായപ്പോൾ എനിക്കൊരു കറൂത്ത ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ തന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനോടൊരു ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്ന് കരുതി. പച്ചമുളക് കുറഞ്ഞ എരിവ് ഇടുന്നുള്ളൂ കേട്ടോ സൂര്യമുളക് കൊടുക്കാനല്ലേ. ആ മുളകിനാണെങ്കിൽ നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ മുളക് ഇട്ടാണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് ഇതാക്കണം. ഞാൻ ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്താണ്ട് ഒരു കുറച്ച് വേവുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താണ്ട് ഗ്യാസുമ്മൽ വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ പോയാരെ പിന്നെ കറുത്തൊന്നും വല്ലാണ്ട് വെക്കലില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛന് തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഈ ഷുഗർ, പ്രഷർ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് കറുത്ത തിന്നണത് നല്ലതാണ് പറഞ്ഞാണ്ട്. പിന്നെ അതൊക്കെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള ഉപ്പും ചേർത്താണ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. എന്ത് വരട്ടെ, കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് നന്നാക്കി എടുക്കണം. വെളുത്തുള്ളി വേണം കേട്ടോ ഇത് വറുത്തെടുക്കാൻ. വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല രസമാകും. പക്ഷെ നമ്മൾ കയ്യിൽ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഉള്ളി, ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കുറവാണ്, അതുകൊണ്ട് ഒരു വലിയുള്ളീൻ്റെ ചെറിയൊരു കഷ്ണം എടുത്താണ്ട് ഞാൻ അരിഞ്ഞാണ്ട് ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്താണ്ട് ഉള്ളി ഇട്ടാണ്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊക്കെ വെന്ത കറുത്തിട്ടാണ്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോയും വിശേഷങ്ങളും. ഞാൻ വല്ലാണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും
നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മളോട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാൻ. ഞങ്ങൾ ചോറിനാൻ നിൽക്കട്ടെ. ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റ ബൈ.